ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു കുട്ടി സ്റ്റുഡിയോ. സോ തുടങ്ങിയാലോ? പിന്നെ ഈ കമ്പിയൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ. ഓ അച്ചടാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മനിയ മനോജ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ സ്റ്റുഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒരു കുട്ടി സ്റ്റുഡിയോ. അപ്പം ഇവിടെ ഒരു വാള് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മളൊരു കുട്ടി സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ നല്ല നല്ല വീഡിയോസ് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഒരു സ്റ്റുഡിയോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതും പോരാനായിട്ട് നമുക്കൊരു ചെറിയൊരു അനൗൺസ്മെന്റ് നടത്താനുണ്ട്. അത് നമുക്ക് പതുക്കെ പറയാറില്ലേ. അപ്പോ ഇതാണ് നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വാള്. അപ്പം ഇതാണ് ടേബിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. ഇത്രയും സാധനങ്ങളും കൂടെ നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഈ ടേബിളും പിന്നെ ഇത്രയും സാധനങ്ങളും. പിന്നെ ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ്റെ ഇത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേബിൾ സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം അല്ലേ. സോ തുടങ്ങിയാലോ? സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പം ഇതെന്താന്ന് വെച്ചാല് ടേബിൾ നമ്മൾ കമത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ രീതി ഞാൻ പറയാം. അതായത് ടേബിൾസിൽ ഒരു 4 ഹോൾ ഉണ്ട്, പിന്നെ ഇതിനകത്ത് എന്തോ 2 ഹോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സ്ക്രൂ എടുത്ത് ആദ്യം സ്ക്രൂ ചെയ്യണം. പിന്നെ ഈ കമ്പിയൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ. അതെന്ത് വെറുതെ കുത്തിക്കെട്ടി വെച്ചേക്കുവാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെ വെക്കണ്ടത്. എന്തായാലും പതുക്കെ നോക്കാം എങ്ങോട്ടാ വെക്കണ്ടത്. പോയി. അപ്പൊ പതുക്കെ നമുക്ക് തുടങ്ങാല്ലേ. ആദ്യം ഇത് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സ്ക്രൂ ഒക്കെ വെക്കണമെന്നൊക്കെ പറയുന്നു. അതായത് ഉത്തമ മനസ്സിലായി പതുക്കെ നോക്കാം നമുക്ക്. ഇനി അടുത്ത എന്ത് വരുന്നു? ഇതിന്റെ ഇൻസ്ട്രക്ഷന്റെ പേപ്പർ അവിടെ പോയി. കണ്ടായിരുന്നു അമ്മ? ദൈവം, എങ്ങനെയുണ്ട്? അപ്പൊ റെഡിയാക്കി. കുറച്ച് പാട് കിട്ടെങ്കിലും സാധനം റെഡിയായി. ഇളക്കമൊന്നുമില്ല, ഞാൻ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. ബാക്കി ഇനി കുറച്ച് കാര്യം സെറ്റും കൂടെ ചെയ്യാനുണ്ട്. ഇനി അത് നോക്കാം. ചേടാ, ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണും മിന്ത്രയിന്നും ഒക്കെയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ആക്ച്വലി ഒരു 3 മാസമായി. നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലും ആ ടൈമിലാണ് നമ്മളിതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 70 to 80% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും വാങ്ങിക്കുവാണെങ്കിൽ ആ ഒരു ടൈമിൽ, ഈ ഒരു സെയിലൊക്കെ നടക്കുന്ന ടൈമിൽ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ലാഭത്തിന് നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെ നമുക്ക് വളരെ ലാഭത്തിനാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ പ്രോഡക്ട്സും നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നേ നോക്കാം എന്തൊക്കെയാണ്. സോ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ 3 മാസം ആയതുകൊണ്ട് ഞാനും മറന്നുപോയി. നോക്കാം. ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഈ നമുക്ക് എന്തെങ്കിലും ചെടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം.
ലവ്. കൊള്ളാല്ലേ? നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതും അതുപോലെ എന്തൊരു സംഭവമാണ്. ഒരു സ്വാൻ്റെ ഒരു ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം എന്താണ് സംഭവം? ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. 3 മാസമായില്ലേ? ഓ, ഇതാണ്. എന്തൊക്കെയോ വരുന്നു. ഒരു മിനിറ്റ്. നമ്മുടെ ടേർട്ടിൽ ക്യൂട്ടല്ലേ? പിന്നെ അതിൻ്റെ ഒരു പ്ലേറ്റ് പോലെയും കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെയാണ് സംഭവം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടിട്ട് രസമില്ല കാണാം. ഒരു മിനിറ്റ്, അതൊന്ന് ഈ മെസ്സ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ ഈ ടോട്ടോയ്സ്? നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതൊന്ന് ആക്ച്വലി എന്ന് പറയുന്നത് ഒരു ഫെൻഷ്യൂ ആണ് കേട്ടോ. ഈ ലക്കി ടോട്ടോയ്സ് എന്ന് പറയത്തില്ല, അതാണ് സംഭവം. കാണാവോ? ഭയങ്കര ക്യൂട്ടല്ലേ? സോ ഇതുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താ. ഇതുവഴി കൂടിയോ? ഒരു മിനിറ്റ്, മൊത്തം കുരുങ്ങി കിരിക്കാണ്. എവിടെയാ ഏതാ നോക്കട്ടെ. ഇങ്ങനെ ഇതാണ് സംഭവം. ഇതൊരു ക്യൂട്ട് ആൻഡ് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പീസ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതുപോലെ ഇത് ആക്ച്വലി ഒരു ഹാർഡ് ബോർഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് പക്ഷെ അത് ഹാർഡ് ബോർഡിലാണെങ്കിലും ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? ഭയങ്കര വൈബ്രന്റ് ആയിട്ടില്ലേ? കൊള്ളാം. ഇതവിടെ സൈഡിലിരിക്കട്ടെ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് നമ്മുടെ കേർട്ടൻസ്. ഈ കേർട്ടൻ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കും, ഇടുമ്പോൾ കാണിക്കാം അല്ലേ കേർട്ടൻ. ഇതാണ് കേർട്ടൻ. തൽക്കാലം ഞാനിപ്പം നമ്മൾ ഇടുമ്പോൾ ഞാൻ ഈ കേർട്ടൻ ഫുള്ള് തുറന്ന് കാണിക്കാം കേട്ടോ. ആൻഡ് ഇതും ഒരു കേർട്ടൻ ആണ്. ആക്ച്വലി ഇതാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചത്, പക്ഷെ ഇവിടുത്തെ സൈസിന് കറക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് വാങ്ങിച്ചാണ് ഈ കേർട്ടൻ. നമുക്കിത് കൊണ്ട് വേറെ യൂസ് ഉണ്ടാക്കാം അല്ലേ? പിന്നെ കേർട്ടൻസ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാതെ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ ഇതിന് പറയുന്നത് ആക്ച്വലി ഇതെന്ന് പറയുന്നത് നോൺ ഡ്രിൽ ഹുക്സ് ആണ് കേട്ടോ. നമുക്ക് വാളിലൊക്കെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുറയിലായിട്ട് ഒരു ഫിലിം ഉണ്ടാവും. അപ്പോൾ അത് നമ്മളത് മാറ്റുക, എന്നിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ 4 സൈഡ് ഇങ്ങനെ എയറൊക്കെ കളഞ്ഞ് സ്റ്റിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാം. അപ്പം ഇത് അഡ്ജസ്റ്റബിൾ ഒക്കെയാണ്. ഇപ്പം നമുക്കിങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇടാം. അപ്പം ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലത്തെ പല ഹുക്സും കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. ഡ്രിൽ ചെയ്യാതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, ഹാങ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് പറയുന്നത് ക്യൂട്ട് ലിറ്റിൽ ബുദ്ധാസ്. അച്ചോടാ, ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് കാണിക്കാട്ടോ. 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 എക്സ്പ്രഷൻ ഇട്ടാണ് ഇരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കണ്ണും മൂടിയിരിക്കുന്നു, ചെവി മൂടിയിരിക്കുന്നു, വാ പൊത്തിയിരിക്കുന്നു, പിന്നെ ഒന്ന് എനിക്ക് വയ്യ എന്നുള്ള രീതിയിലിരിക്കുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബുദ്ധാസ്. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് വാങ്ങിച്ചാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മിന്ത്രയെന്നാണെന്ന് തോന്നുന്നു ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പീസാണ് കേട്ടോ. ഇനി ലാസ്റ്റ്
ആയിട്ട്, പക്ഷെ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വച്ചേക്കാം, അല്ലെങ്കിൽ താഴെ വീണ് ഇതാവും. ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ മാറ്റ്. ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ തറയിൽ നമ്മൾ വിളിക്കുന്ന മാറ്റാണ് കേട്ടോ, കാർപ്പറ്റ് പോലെ. അപ്പം ഇതും ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കളറൊക്കെയാണ്, കൊള്ളാം, വിരിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരു കുഞ്ഞ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മുടെ കേർട്ടൻ. ഇങ്ങനെ ഉണ്ട്, കൊള്ളാമോ? ഈ സൈഡിൽ ഇങ്ങനെ ടസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ കേർട്ടനാണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ കേർട്ടൻ നമുക്ക് ഇങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ചടാ, നമ്മള് കേർട്ടനൊക്കെ ഇട്ടു. നല്ല രസമില്ല കാണാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ വിചാരിക്കുന്നത് ഇപ്പം ഞാനിട്ട, ഞാനല്ല, അമ്മയും അച്ഛനും കൂടെ കഷ്ടപ്പെട്ടാണ് ഇട്ടത്. എനിക്ക് ഈ സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഒക്കെ ഇടാൻ ഇച്ചിരി പേടിയാണ്. അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെയാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തത്. അപ്പം കൊള്ളാമല്ലേ? ഇനി നമുക്ക് ബാക്കി അടുത്ത പരിപാടികൾ നോക്കാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മാറ്റ് ഇരിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത് ഒരു വ്യൂ നോക്കാം. ഇങ്ങനെയുണ്ട്, നമ്മൾ മാറ്റൊക്കെ ഇട്ടു. അപ്പം ഈ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ടേബിളിന്റെ മുകളിലായിട്ട് നമ്മളൊരു ക്ലോത്ത് വിരിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്ലോത്ത് അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു കേർട്ടൻ ആണ് ആക്ച്വലി. അത് നമ്മൾ ടേബിൾ ക്ലോത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പൊ കൊള്ളയില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടില്ല കാണാൻ. വൈറ്റും യെല്ലോയും കൂടെ ചേർന്ന ഒരു ടേബിൾ ക്ലോത്ത് ആക്കി നമ്മൾ മാറ്റി. ഇനി നമുക്ക് ബാക്കി ഇതിനെ മൊത്തം സെറ്റ് ചെയ്തിട്ട് കാണാം. വെൽക്കം ടു അവർ സ്റ്റുഡിയോ. എങ്ങനെയുണ്ട്? ഞങ്ങൾ 3 പേരും ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആയതിന്. ആദ്യം ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നന്നായിട്ട് വരും. ഇപ്പൊ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഐഡിയ എന്ന് പറയുന്നത് അമ്മയുടെയാണ് കേട്ടോ. ആക്ച്വലി ഈ സ്റ്റുഡിയോ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റുഡിയോ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബോളിൽ ഇവിടെ എന്ത് ചെയ്യാനാ എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ അമ്മയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. പക്ഷെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം എടുക്കുന്ന വ്ളോഗ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു സ്വല്പം ഒന്ന് മാറി ഇടയ്ക്കിടയ്ക്ക് വേറൊരു കുറച്ച് വ്ളോഗ്സ് കൂടെ കയറ്റാനാണ്, വീഡിയോസും കൂടെ കയറ്റാനാണ് നമ്മൾ ഈ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾ പതുക്കെ റിവീൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഞാനിപ്പോൾ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഒരു കാര്യം അപ്പം മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും ഒരു കാര്യം എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് ഒരു ഏരിയയാണ് നമ്മൾ ചെയ്യാൻ പോണത്. പക്ഷേ അതല്ലാതെ നമ്മൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചധികം വീഡിയോസ് നമുക്കിനി പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. അപ്പം പ്ലീസ് ടു സപ്പോർട്ടേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്താ, അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു ജേർണിയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണത്. നമ്മൾ അല്ലാത്ത വീഡിയോസും ഇനി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വേറെ കുറച്ച് വീഡിയോസും നമ്മൾ അതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കുറച്ച് ഐഡിയാസ് ഉണ്ട്, അപ്പോൾ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.